സാറിന്റെ ഈ ഒരു കോമഡി ടച്ച് എങ്ങനെയാണ് ആർജിച്ചെടുക്കുന്നത്? കോമഡി എഴുതുക, ഒരാളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയം. ഇപ്പം സാറിനെ കരയിക്കാനാണെങ്കിൽ ഞാൻ 2-3 സെന്റിമെന്റ്സ് പറഞ്ഞാൽ മതിയാവും. വളരെ എളുപ്പം ഒരാളുടെ മനസ്സിലേക്ക് ഒരു വിഷമം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഒരാളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കഴിവല്ലേ സാർ? അതെങ്ങനെയാണ് സാർ ആ സ്ക്രിപ്റ്റിൽ സാർ ഉൾപ്പെടുത്തി അത്തരത്തിലുള്ള സിറ്റുവേഷൻ കോമഡികൾ ഉണ്ടായി? അതായത് തകില് കൊട്ടാമ്പുറം എന്ന് പറയുന്ന എൻ്റെ സിനിമ ഞാൻ തിരക്കഥ എഴുതുമ്പോഴും സംവിധാനം ചെയ്യുമ്പോഴും എനിക്ക് കോമഡിയെക്കുറിച്ച് ഒരു ബോധമില്ലായിരുന്നു. അതിനകത്ത് എൻ്റെ സഹപാഠിയായിരുന്ന അദ്ദേഹം മാർവേനസ് കോളേജിലാണ്, ഞാൻ MG കോളേജിൽ ആയിരുന്ന അമ്പിളി, അതായത് ജഗദീഷ് ശിവകുമാർ ഒരു കോമഡി ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് കോമഡി എഴുതാനായിട്ട് സാധിച്ചില്ല. അത് കഴിഞ്ഞ് വിസ വന്നു കഴിഞ്ഞപ്പോൾ മോഹൻലാലിൻ്റെ ഒരു ക്യാരക്ടർ ഞാൻ പക്ക കോമഡിയാക്കി ഞാൻ എഴുതി. എങ്ങനെയോ അതങ്ങ് ഫലിച്ചു. അതാണ് സംഭവിച്ചത്. അത് ശരി. അത് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ഗ്യാപ്പ് വന്നു, സിനിമ ഇല്ലാത്തൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ എൻ്റെ ബ്രദേഴ്സിന് കുറേ പിന്നെ സിനിമകൾ തിരക്കഥയും സമാധാനം, രാജകിരിയത്തിന് പിന്നെ വിനു കിരിയത്തിനും പിന്നെ സിനിമകൾ ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ വരും. അവരെല്ലാം കോമഡിയാണ്. അപ്പോൾ ആ തിരക്കഥകളുമായിട്ട് ഒരു സിനിമാ ഭ്രാന്തൻ എന്നുള്ള നിലയിൽ അതുമായിട്ട് പങ്കെടുക്കാൻ, അതിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കാൻ, അതിന് കുറേ കറക്ഷൻസ് ചെയ്യാൻ, അത് കുറേയൊക്കെ ഓൺലൈൻ ഉണ്ടാക്കാനും ഒക്കെ ഞാനിരുന്നു. അങ്ങനെയാണ് ആ കോമഡിയുടെ ട്രാക്ക് വർക്കൗട്ട് ആവുന്നത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് കല്ലൂർ ഡെന്നിസുമായിട്ട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ സിനിമകളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ കോമഡി. അദ്ദേഹം കോമഡി നല്ല സെൻസർ ആളാണ്. സെൻസർ മാത്രമല്ല, കോമഡി പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ മറ്റൊന്ന് അതിനകത്ത് ചില മുകേഷ്, ജഗദീഷ്, സിദ്ദിഖിൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടില്ല. അപ്പോൾ അവരെല്ലാവരും തന്നെ നല്ല ഫ്ലെക്സിബിൾ ആർട്ടിസ്റ്റുകളായിരുന്നു. മോഹൻലാലിനെ പോലെ കോമഡി ചെയ്യാനറിയാം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരുപാട് കോമഡി സിനിമകൾ വരികയും ചെയ്തു. പിന്നെ മാത്രമല്ല, പ്രിയദർശൻ്റെ സിനിമകളിലെ കോമഡിയെല്ലാം ജനം ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തു. പിന്നെ കൊച്ചിലെ തന്നെ എനിക്ക് ഈ കോമിക് വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു കൊച്ചിലെ, പുസ്തകം. അതുപോലെ നമ്മുടെ കാർട്ടൂൺ സിനിമകൾ കാണുന്ന അതൊരു ശീലമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയിലെ പല കോമഡികളും നോക്കിയാൽ, ഞാൻ ആരുടെ പേര് പറയില്ല, സ്ലാപ്സ്റ്റിക് കോമഡി. ഫോർ എക്സാമ്പിൾ, ഒരുത്തർ ഓടി വരുന്നു, പിന്നെ ഒരു കമ്പ് കൊണ്ട് വേറെത്തം പോകുന്നു, അവൻ്റെ കമ്പിൽ തട്ടുന്നു, ആ കമ്പ് വളഞ്ഞ് വേറെത്തൻ്റെ തലയിലടിക്കുന്നു. ഇത് മുഴുവനും ടോം ആൻഡ് ജെറിയാണ്. അതെ, തീർച്ചയായിട്ടും. ഇത് ആരാണ് ഈ ടോം ആൻഡ് ജെറിയെ മലയാള സിനിമയിൽ ക്യാരക്ടേഴ്സ്, സിനിമാ നടി പ്രഗത്ഭരായ നടീനടന്മാരെ കൊണ്ട് ചെയ്യിച്ചത് ഞാൻ പറയില്ല. എനിക്ക് മനസ്സിലായി, അത് അവരുടെ കഴിവാണ്. അവർക്ക് വലിയ ആൾക്കാരാണ്. അപ്പോൾ ടോം ആൻഡ് ജെറി ഒരുപാട് അതിനെ റിയൽ കഥാപാത്രങ്ങളാക്കി മനുഷ്യരെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ള സംവിധായകരുണ്ട്. അങ്ങനെ അത് പക്ഷെ ഏക്കുകയും ചെയ്തു, ഭയങ്കരമായിട്ട് ഏക്കുകയും ചെയ്തു. ഇപ്പോഴും അത് കണ്ടിരുന്നു, ഇപ്പോഴും ചിരിക്കും, ഇപ്പോഴും നമ്മൾ ചിരിക്കും. അതെ. അപ്പോൾ അങ്ങനെയാണ് കോമഡിയിലേക്ക് വന്നത്. അപ്പോൾ കോമഡി ഉണ്ടാക്കാൻ പാടാ. സിറ്റുവേഷൻ കോമഡി ഉണ്ടാക്കാനായിട്ടുള്ള ഒരു റൂട്ട് എന്ന് പറയുന്നത്, ഒരു കഥാപാത്രത്തെ കൊണ്ടുവരിക. അതാണ് എളുപ്പമുള്ള വഴി. ഒരു നായകന് ഒരു പാര വരിക. യോദ്ധയിൽ തന്നെ ജഗതിയും ഇത് പാര, ആ പാരയും ഹീറോയും തമ്മിലുള്ള കോൺഫ്ലിക്ട്സിലൂടെ ഉണ്ടാകുന്ന കോമഡിയാണ് ശരിക്കും ജനത്തിന് ഇഷ്ടം. പിന്നെ ഒരു നായക കഥാപാത്രം വന്ന് വീണ കൊച്ചുകുട്ടികൾ അയ്യോ ഇങ്ങനെ പറയും. അതേസമയം കോമഡിയിൽ വീണ് കഴിഞ്ഞാൽ ഹ ചിരിക്കും. ഇതെവിടുന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ, നമ്മുടെ സർക്കസിൽ ഈ കോമഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്നിട്ട് ഈ അവരുടെ പുറവശത്ത് ബാറ്റ് വെച്ച് അടിക്കും. പിള്ളേർ ചിരിക്കുന്ന കണ്ടിട്ടുണ്ട്, ഭയങ്കര ചിരിയാണ്. അപ്പോൾ കുട്ടികളെ ആകർഷിക്കാൻ ഏറ്റവും നല്ല ഒരു ഉപാധി എന്ന് പറയുന്നത് കോമഡിയാണെന്ന് കണ്ടു. അതിനുശേഷം കോമഡി അശ്ലീലമായി മാറി. തെറി പറയല്ലേ, ഇപ്പോൾ കോമഡി തെറി പറഞ്ഞാണ് കോമഡി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നല്ല പ്രവണതയാണെന്ന് ഞാൻ നോക്കണില്ല. കാരണം വെച്ചാൽ ഒരു തെറിയും പറഞ്ഞിട്ടില്ല പിന്നെ ലോറൽ ഹാർഡി, ഒരു തെറിയും പറഞ്ഞിട്ടില്ല നമ്മുടെ ചാർലി ചാപ്ലിൻ. ഇപ്പോഴും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഇനി ഇപ്പോഴും നല്ല, ഇനി 100 വർഷം കഴിഞ്ഞാൽ ചാർലി ചാപ്ലിൻ കിഡെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോഴും ഇഷ്ടമല്ലേ. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നു, ഈ അടുത്ത കാലത്ത് ഞാൻ കല്ലൂർ ഡെന്നിസിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കോമഡിക്ക് മാർക്കറ്റുണ്ട്, ഇനിയും അങ്ങോട്ട് മാർക്കറ്റുണ്ട്. ഇനി എത്ര കാലം കഴിഞ്ഞാലും ശരി, ഹ്യൂമർ കാണാൻ ജനമുണ്ട്. ഫാമിലി കാണാൻ ഫാമിലിക്കാർ കയറി വരും. അങ്ങനെ എൻ്റെ ഞാൻ പറഞ്ഞു വന്നത്, ജോൺസൺ മാഷ്
ജോസ് തോമസ് ചെയ്തിട്ടുള്ള ഒരു പടം, ഓണക്കാലം ആയതുകൊണ്ട് പറയുകയാണ്, പടത്തിൽ ഞാനൊരു പാട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഓണപ്പാട്ട് എഴുതണമെന്ന് പറഞ്ഞു. ജോൺസൺ മാഷ് കമ്പോസ് ചെയ്തു, ഞാനത് എഴുതി, അത് സൂപ്പർ ഹിറ്റായി. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, അത് സിനിമയിൽ വന്നില്ല. പക്ഷേ ഇപ്പോഴും ഓൾ ഇന്ത്യ റേഡിയോയും മറ്റെല്ലാവരും ഓണക്കാലത്ത് എൻ്റെ ഈ ഒരു പാട്ടിടാറുണ്ട്. ചിങ്ങപ്പൂ ചിത്തിരപ്പൂ തൃത്താപ്പൂ പൂത്തിറങ്ങി പൊന്നോലക്കൂട കീഴിൽ വരുന്നേ മാവേലി തമ്പുരാൻ മുറ്റത്ത് പൂക്കളം തീർക്കാൻ വാ പൊന്നോണ പൂപ്പട കൂട്ടാൻ വാ മലയാള കിളിമകളെ കഴമൊഴിയേ നീ. ഇതാണ് പാട്ട്. കല്ല് വിളക്ക് വെച്ച് കന്യക തിങ്കൾ നോയമ്പു നേർന്നു താലിമാല തീർക്കണ തട്ടാണ് കോടി കൊടുക്കണം ഏലോം ഏലേലോം. ഇങ്ങനെ ആ പാട്ട് സൂപ്പർ ഹിറ്റായി. ഈ അടുത്ത കാലത്ത് ഇപ്പോഴും നമ്മൾ കേൾക്കുന്നു. അത് എൻ്റെ പാട്ടാണ്. പക്ഷെ പലരും വേറെ ആരോ എഴുതിയതാണ്. ഇപ്പോൾ ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പോഴത്തേക്ക് ഞാൻ ഈ പാട്ട് വെച്ചപ്പോഴത്തേക്ക് അവിടുത്തെ പ്രോഗ്രാം ചീഫ് എൻ്റെ അടുത്ത് പറയാണ്, വാൽസാറെ പല എഴുത്തുകളും വരുന്നുണ്ട്, ഇത് ഗാനരചന പിന്നെ വേറെ പേര് വെച്ചാണ് വരുന്നത്, സാറിൻ്റെ ആണെന്നല്ല, അതുകൊണ്ട് അത് വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ എൻ്റെ തിരിച്ചുവരവ്, ആദ്യത്തെ പൊളിഞ്ഞു പോയി കഴിഞ്ഞതിന് ശേഷം ആ ഒരു പടം പോയതിന് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും പിന്നെ, കാരണം അങ്ങനെയാണ്, ഒരു പടം പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുപ്പിക്കില്ല. പക്ഷെ അത് കൊണ്ട് നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുമോ, നമുക്ക് പടം ചെയ്യാതിരിക്കാൻ പറ്റുമോ? തിലകനെ ഹീറോ ആക്കി വെണ്ട ഡാനിയേൽ ചെയ്തു, സൂപ്പറായിരുന്നു. അത് സംശയിക്കേണ്ടത്. അത് ഞാൻ ഹാറ്റ്സ് ഓഫ് ടു ഫ്രാൻസിസ് ടി മാവേലിക്കര. കാരണം മലയാള നാടക രംഗത്തെയും അതികായനാണ് അദ്ദേഹം. അത് മാത്രമല്ല ഭയങ്കര റീഡിങ് ഹാബിറ്റ്സ് ആണ്. ഞാൻ ചില പ്രസംഗങ്ങൾക്കെല്ലാം പോകുമ്പോഴത്തേക്കും പുള്ളിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് ചില സമയങ്ങളിൽ പോണത്. കാരണം നന്നായിട്ട് പ്രസംഗിക്കുകയും ചെയ്യും, നന്നായിട്ട് പ്രസംഗിക്കും, മിടുക്കനാണ്, മിടുക്കൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവാണ് ആ സിനിമ. അത് കഴിഞ്ഞിട്ടുള്ള പടങ്ങൾ എല്ലാം ഹ്യൂമർ ബേസ്ഡ്, ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമ ഒന്നും നന്നായിട്ട് പോയില്ല. കളമശ്ശേരി കല്യാണയോഗം സൂപ്പർ ഹ്യൂമറാണ്. കളമശ്ശേരി കല്യാൺജി ആനന്ദ്ജി സൂപ്പർ ഹിറ്റ് ഹ്യൂമറാണ്. എന്തിന് എൻ്റെ വലിയ വിജയമായി മാറാത്ത മായാജാലം പോലെ, അതിനകത്ത് മുകേഷ് ഒരു ഊർക്കയായി വരുന്നുണ്ട്, ഓർമ്മയുണ്ട പടം? സൂപ്പർ. ഇപ്പോഴും ആ പടത്തിന് ഇതുണ്ട്, പിന്നെ OTT ഇപ്പോൾ ആൾക്കാർ കാണുന്നുണ്ട്. അങ്ങനെ ഒരു കാലഘട്ടം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറേ നാളായി സിനിമ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുന്നു. ഒരു നല്ല സിനിമ എന്ന് പറയുന്നത്, അതായത് കൊമേഴ്സ്യൽ അല്ലാത്ത ഒരു സിനിമ ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, എന്നെ ഇഷ്ടമുള്ള, അതായത് ഞാൻ കൊമേഴ്സ്യൽ സിനിമ ചെയ്യുകയാണെങ്കിലും നല്ല സിനിമ ചെയ്തുകൂടെ വരൂ എന്ന് ഇടയ്ക്ക് സ്നേഹത്തോടെ ചോദിക്കുന്ന ടി വി ചന്ദ്രൻ സാർ നല്ലൊരു മനുഷ്യനാണ്. കാരണം എന്നെ കാണുമ്പോൾ പറഞ്ഞ്, ഈ മിമിക്രിയൊക്കെ എന്തിനാണ് ചെയ്യണേ, നിനക്കൊരു നല്ല പടം ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന, അത് സ്നേഹം കൊണ്ടാണ്. അദ്ദേഹത്തെ ഇന്നലെ വിളിച്ച് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. അപ്പോഴും അദ്ദേഹം ചോദിച്ചു ഒരു നല്ല പടം ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി ഒരു നല്ല പടം മലയാളിക്ക് പ്രതീക്ഷിക്കാം. നല്ല പടം ഇതുവരെ ചെയ്തത് നല്ലതല്ലെന്നല്ല ഞാൻ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ പറയുന്നത്, വ്യത്യസ്തമായ ഇതുവരെ ചെയ്യാത്തൊരു സിനിമ. അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ ബാക്കിയുണ്ട്. നമ്മുടെ മലയാള സിനിമയിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ചിന്ത, നമ്മുടെ മലയാള സിനിമയിൽ ശുദ്ധഹാസ്യം ചെയ്തുകൊണ്ടിരുന്ന നടന്മാരെല്ലാം വിട പറഞ്ഞു പോയി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അവരെയൊക്കെ ഒന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ഒന്നാം സ്ഥാനത്ത് വരുന്ന അമ്പിളിച്ചേട്ടൻ തന്നെയാണ്, ജഗദീഷ് ശ്രീകുമാർ തന്നെയാണ്. അടൂർ ഭാസി, ജഗദീഷ് ശ്രീകുമാർ, കുതിരവട്ടം പപ്പു, സൂപ്പറായിരുന്നു. പപ്പുട്ടൻ, കടുവാകുളം ആന്റണി, പട്ടം സദൻ, അവരെല്ലാം വേറൊരു ടൈപ്പാണെങ്കിൽ പോലും ഈ 3 പേരെന്ന് പറഞ്ഞാൽ ജീനിയസുകളാണ്. ജീനിയസുകളായിരുന്നു. ഒരു പക്ഷേ ഒരാൾക്ക് മറ്റൊരാൾ പകരമായിരുന്നില്ല. ഇപ്പം ഇന്നസെന്റ് എന്ന് പറയുന്ന ഒരു നടൻ ചെയ്യുന്ന വേഷം ഒരിക്കൽ പോലും ഇദ്ദേഹത്തിന് മാമുക്കോയെ വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. വേറെ വളരെ വ്യത്യസ്തമായ കോമഡികൾ. ഇപ്പോൾ രണ്ടുപേരും ഒരേ സ്ഥലത്ത്, അടൂർ ഭാസിയും കുതിരവട്ടം പപ്പുവും പപ്പുവേട്ടനും ജഗദീഷ് ശിവകുമാറും അങ്ങനെയുള്ള പ്രഗത്ഭരായ ചാർലി ചാപ്ലിനും തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായ കോമഡിയൻസ് എല്ലാവരുടെ കഴിവും കൂടെ ഒരുമിച്ച് കിട്ടിയിട്ടുള്ളൊരു മലയാള നടനുണ്ട്, മോഹൻലാൽ. അദ്ദേഹം കോമഡി അസാധ്യമായിട്ട് ചെയ്യും. പിന്നെ വന്നിട്ടുള്ള തലമുറയിൽ സലീം കുമാറിനെ പോലുള്ള കുറച്ചു പേരെ ഹാസ്യം നന്നായിട്ട്, പ്രേംകുമാർ അങ്ങനെയുള്ള കുറച്ചു പേര് മാത്രം, ബാക്കിയെല്ലാം ഹാസ്യത്തിന് വേണ്ടി ഹാസ്യം കാണിക്കുകയാണ്. അതാണ് ഇഷ്ടം. അതായത് എന്ത് കോപ്രായത്തരം കാണിച്ച് ചിരിപ്പിക്കുക എന്നുള്ള ആ കാലഘട്ടമൊക്കെ പോയി കേട്ടോ. അരവിന്ദൻ ചേട്ടൻ തന്നെ വളരെ, മാളയുടെ കാര്യം പറയുമ്പോൾ, അതായത് ഞാൻ ഡോക്ടർ ബാലകൃഷ്ണൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഒരു പടം വർക്ക് ചെയ്തു. അസിസ്റ്റൻ്റ് അല്ല, അസ്മാതി എന്ന് പറയുമ്പോൾ, അസ്മാതി എന്ന് പറഞ്ഞാൽ കൂടെ നടക്കുന്നത്. അങ്ങനെ അന്ന് സത്യനന്ദിക്കാട് അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറാണ്, ചന്ദ്രകുമാർ സാറാണ് ഡയറക്ടർ, JC സാറ് ഡയറക്ടർ, ചന്ദ്രകുമാർ സാറ് അസോസിയേറ്റ് ഡയറക്ടർ.
അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു തിരുവനന്തപുരത്ത് ഒരു നല്ല വീട് വേണമെന്ന് പറഞ്ഞപ്പോൾ കുന്നുകുഴിയിൽ BK പിള്ള എന്ന് പറയുന്ന ഡാമർ ബ്രദേഴ്സിൻ്റെ വീട് സൂപ്പർ വീടായിരുന്നു. ഇപ്പോഴും അങ്ങനെ ആ വീട് ഞാൻ പാല് കാച്ചതേ ഉള്ളൂ. ഞാൻ അവിടെ ആ ഫിലിം ഷൂട്ട് ചെയ്തു. ആ ഫിലിം ഷൂട്ട് ചെയ്തപ്പോഴത്തേക്ക് ഭരതൻ ചേട്ടൻ അന്ന് ഇഷ്ടംപോലെ പടമുള്ള സമയം. അപ്പോൾ ഭരതൻ ചേട്ടൻ ഒരു ക്യാരക്ടറുണ്ട്, വന്നില്ല. ഫസ്റ്റ് ഡേ വന്നില്ല, സെക്കൻഡ് ഡേ വന്നില്ല, തേർഡ് ഡേ വന്നില്ല. അങ്ങനെ ഇപ്പോൾ രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാളെ ഇനി ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കോമഡി അഭിനയിക്കാനാണോ. അപ്പോൾ ഡോക്ടർ ബാലകൃഷ്ണൻ പ്രത്യേകത ഒരുത്ത വന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആളുടെ ഇടും. ഭയങ്കര ബോൾഡാണ് അദ്ദേഹം, ഭയങ്കര. അദ്ദേഹം നസീർ സാർ ഇല്ലെങ്കിൽ മധു സാർ ഇല്ലെങ്കിൽ അടുത്ത ആളിനെ വിൻസെന്റിനെ ഇടും, അല്ലെ സുധീറിനെ ഇടും. അങ്ങനത്തെ ഒരു ബോൾഡ് ഡയറക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു ഇങ്ങനെ അത് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ടൈറ്റാനിയത്തിലൊരു ടൈറ്റാനിയ റിക്രിയേഷൻ ക്ലബ്ബുണ്ട്, അവർ നടത്തിയ ഒരു നാടകം കണ്ടു. അതിനകത്തൊരു നടനുണ്ട്, അരവിന്ദൻ എന്നാണ് പേര്. നമുക്ക് അദ്ദേഹത്തെ വിളിച്ചാലോ എന്ന് ചോദിച്ചു. അങ്ങനെ പിള്ളച്ചേട്ടൻ എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ മാനേജർ അദ്ദേഹത്തിന് ഒരു ടെലഗ്രാം കൊടുക്കുകയാണ്. പിറ്റേ ദിവസം താര ഹോട്ടലിലേക്ക് ഒരു ഷോൾഡർ ബാഗും ഒക്കെ തൂക്കി ഇദ്ദേഹം വരികയും അതാണ് ഞാൻ കണ്ടിട്ടുമില്ല. ഞാൻ ഇദ്ദേഹത്തിൻ്റെ നാടകം മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെയാണ് മാള അരവിന്ദൻ മലയാള സിനിമയിലേക്ക് വരുന്നത്. മലയാള സിനിമ വരുന്നത്. നല്ല നടനായിരുന്നു, നല്ല നടനാണ് എന്ന് വെച്ചാൽ അദ്ദേഹത്തെ കൊണ്ട് കോമാളിത്തരം കാണിച്ചതിൽ വ്യത്യസ്തമായിട്ട് അദ്ദേഹത്തിൻ്റെ കൊണ്ട് വിനയൻ ക്യാരക്ടർ റോൾ ചെയ്യിപ്പിച്ചു. വിനയനെ പോലെയുള്ളവർ, പേര് ഓർമ്മ വരില്ല, കുറച്ച് പേര് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ പത്തരമാറ്റുള്ള നടനാണെന്ന് നമുക്ക് റേഞ്ച് മനസ്സിലായത്. ഇപ്പൊ തന്നെ നമുക്കറിയാമല്ലോ ഇന്ദ്രൻ സേട്ടനെ തന്നെ ഇപ്പൊ നമ്മള് ഒരു സമയത്ത് ഇന്ദ്രൻ സേട്ടനെ കൊമേഡിയൻ എന്നുള്ള ലെവൽ കൊടുത്ത് മാറ്റി നിർത്തിയിരുന്നു. ഇപ്പം ഇന്ദ്രൻ സേട്ടൻ വരുന്ന ഒരു തിരിച്ചുവരവ് കണ്ടു. ഇന്ദ്രൻസ് ആദ്യകാലങ്ങളിലുള്ള എൻ്റെ സിനിമയിലെ കോസ്റ്റ്യൂമർ ആയിരുന്നു ഇന്ദ്രൻസിനെ ഒരു ഷോട്ടിൽ പിടിച്ച് നിർത്തിയത് ഞാനാണ്. അതിനു മുമ്പ് അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ചൂതാട്ടമാണെന്ന് തോന്നുന്നു. അതിനു മുമ്പ് പിടിച്ച് നിർത്തി വിസയിൽ അങ്ങോട്ട് ഏതോ ഒരു പടത്തിനകത്ത് അദ്ദേഹത്തെ അവതരിപ്പിക്കും. അതായത് അപാരസിദ്ധിയുള്ളൊരു ആർട്ടിസ്റ്റാണ്, സംശയിക്കൊന്നും വേണ്ട. മാത്രമല്ല ഈ ശരീരം ഘടന വെച്ചുകൊണ്ട്, അതായത് ശ്രീനിവാസന്റെ ആ രൂപം വെച്ചുകൊണ്ട്, കൊടിയേറ്റം ഗോപിയുടെ ആ രൂപം വെച്ചുകൊണ്ട്, നസീർ സാറിനെ പോലെയുള്ള NTRനെ പോലെയുള്ള ജമിനി ഗണേശനെ പോലെയുള്ള സുന്ദരന്മാരുടെ കാലഘട്ടത്തിൽ കഴിഞ്ഞ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൊണ്ടറാവു എന്ന് പറയുന്ന പെയിന്ററുണ്ട്. അദ്ദേഹമാണ് മലയാളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ദേവികളെയും ദേവന്മാരെ വരച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ മനസ്സിലത്ത് മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ ശിവൻ എന്ന് പറഞ്ഞാൽ കൊണ്ടറാവു വരച്ച പടമാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ ആ കൊണ്ടറാവു സാറ് വരച്ചിട്ടുള്ള ചിത്രങ്ങളിലെ പോലെയുള്ള നടന്മാരായിരുന്നു അന്നത്തെ കാലത്തുണ്ടായിരുന്നത്. അവിടെയാണ് അഭിനയമാണ് സൗന്ദര്യത്തെക്കാൾ പ്രാധാന്യം വന്ന് ഇവർ വന്നു. അതിൽ ഇന്ദ്രൻസ് വളർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അനിയനെ പോലെയാണ്. അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോഴത്തേക്ക് അദ്ദേഹം ഉടനെ എൻ്റെ വീട്ടിൽ വന്നിട്ട് അദ്ദേഹം കുറേ സ്വീറ്റ്സ് എല്ലാം കൂടെ, കുറേ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ കൊണ്ടു തന്നു. ഒരു ഗുരുത്വമുള്ള ഒരു നല്ല മനുഷ്യനാണ്. അപ്പോൾ ഇനിയും ഞാൻ പറഞ്ഞത് നാഷണൽ അവാർഡ് കിട്ടാൻ മലയാളത്തിൽ നിന്ന് യോഗ്യതയുള്ള മറ്റൊരു നടനാണ് ഇന്ദ്രൻസ്. സംശയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയാൽ മതി. പിന്നെ പലപ്പോഴും ഞാൻ അവാർഡ് കമ്മിറ്റിയിലെ ജൂറി മെമ്പറായിരുന്നു. ഇപ്പോൾ വലിയ കോൺട്രവേഴ്സി നടക്കുന്നു. നേമം പുഷ്പരാജ് അദ്ദേഹം എൻ്റെ സിനിമയിൽ ആർട്ട് ഡയറക്ടറായിട്ട് വെണ്ടൻ ഡാനിയൽ പുള്ളി വർക്ക് ചെയ്ത നല്ലൊരു ആർട്ട് ഡയറക്ടറാണ്, നല്ല മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹമായിട്ട് ഒരു കോൺട്രവേഴ്സി ഇപ്പം നടക്കുന്നു. അതിനെക്കുറിച്ച് ഞാൻ പറയില്ല. കാരണം വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. ഒരു സിനിമാക്കാരനെ സംബന്ധിച്ചിടത്തോളം കഥകളി നടൻ്റെ അല്ലെങ്കിൽ ഓട്ടംതുള്ളലുകാരൻ്റെ മനസ്സാണ്. കഥകളി നടൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വേഷമഴിക്കാതെ അരങ്ങിൽ വീണ് മരിക്കണം എന്നാണ്. വേഷം കളിച്ചോണ്ടിരിക്കുക എന്നുമല്ലെങ്കിൽ സിനിമാക്കാരനെ സംബന്ധിച്ചുള്ള സിനിമ ചെയ്യണം. പക്ഷെ അതിനെന്ത് ചെയ്യാം? പ്രേം നസീർ ജീവിച്ചിരിപ്പില്ല. ഇല്ലായിരുന്നു, അദ്ദേഹം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തിരസ്കരിക്കും അല്ലെങ്കിൽ എന്താണ് സൈഡ് ലൈൻ ചെയ്യപ്പെട്ട് നിൽക്കുന്ന എന്നെപ്പോലെയുള്ള അങ്ങനെയുള്ള പല സംവിധായകർക്കും അവസരങ്ങൾ ലഭിക്കുമായിരുന്നു. പക്ഷേ ഇനി അവർക്കൊന്നും അവസരങ്ങൾ, കാരണം വെച്ചാൽ ആ ഒരു ചിന്തയുള്ള ആർട്ടിസ്റ്റുകൾ ഇപ്പം ഇന്നില്ല. ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു സാർ, അതൊരു പക്ഷേ ഈ സിനിമ കാലഘട്ടത്തിനനുസരിച്ച് മാറി കലയ്ക്കപ്പുറത്തേക്ക് ആ സിനിമ കച്ചവടത്തിലേക്ക് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറയാം. നസീർ സാറിന്റെ കാലഘട്ടത്തിൽ കൊമേഴ്ഷ്യൽ സിനിമയുടെ അവസാനത്തെ വാക്ക് നസീർ സാറായിരുന്നു. അതെ. ഇപ്പോഴത്തെ നടന്മാരുടെ പേര് പറയില്ല, ഇപ്പോഴത്തെ നടന്മാർ ചെയ്യുന്ന പോലെ എല്ലാം ഇപ്പോൾ നടന്മാരെന്താ ചെയ്യണത്? ഫോൺ പ്രൊഡക്ഷനാണ്. ഇവരെ വളർത്തിക്കൊണ്ടുവന്നിട്ടത് ഇവരെ അഭിനയിപ്പിച്ചിട്ട് പരാജയപ്പെട്ട് കെട്ടുതാലി വരെ വെച്ച് ആത്മഹത്യ പല നിർമ്മാതാക്കളുണ്ട്. അവരെ എല്ലാം മറന്നുകൊണ്ട് അവർ വലുതായി കഴിഞ്ഞപ്പോൾ, അതായത് ഫലം ഉണ്ടായി, വലിയ
ഫലവൃക്ഷമായി മാറിക്കഴിഞ്ഞാൽ ഫലം മുഴുവൻ ഞാനേ തിന്നുള്ളൂ, വേറെ ആർക്കും കൊടുക്കൂല, എന്നെ വളർത്തി എനിക്ക് വെള്ളം ഒഴിച്ചവന് തരൂല്ല എന്ന് പറഞ്ഞ ചിന്താഗതിയാണ് ഇന്നുള്ളത്. കാരണം എല്ലാം എനിക്ക് വരട്ടെ. അങ്ങനെ ഒരുപാട് നിർമ്മാതാക്കൾ ഇപ്പോൾ ഒന്നും ചെയ്യാതെ, ആർക്കും ചെയ്യാൻ പറ്റില്ല. കാരണം എല്ലാം ഓൺ പ്രൊഡക്ഷനാണ്. പേര് ഞാൻ പറയില്ല, ഒരു ആർട്ടിസ്റ്റിന്റെ പറയില്ല, എല്ലാം സ്വന്തം പ്രൊഡക്ഷനാണ്, സ്വന്തം കാശ്. ഇങ്ങോട്ട് ആക്രാന്തം, പണത്തിന്റെ അങ്ങേയറ്റത്തെ ആക്രാന്തത്തിന്റെ അങ്ങേയറ്റത്തിക്കാൻ ഹാർട്ട്ലെസ്. മലയാള സിനിമ ഹൃദയമില്ലാത്തവരുടെ ലോകമായി മാറിക്കഴിഞ്ഞു, 1-2 പേരൊഴിച്ച്. ഹൃദയമില്ലാത്തൊരു ലോകമാണ് മലയാള സിനിമ. തമിഴ് ഇത്രയും ഹൃദയമില്ലാത്തവർ ഇല്ല. മലയാള സിനിമ അങ്ങനെയാണ്. കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞു. പിന്നെ അവരെ കണ്ട് വരും തലമുറയെ അങ്ങനെ ആയിക്കഴിഞ്ഞു, പുതിയ തലമുറയെ അങ്ങനെ ആയിക്കഴിഞ്ഞു. ചിലർ എക്സെപ്ഷണലായിട്ട് കുറച്ച് പേര് ഉണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാണ്, ഈ ചിന്താഗതി നസീർ സാറിനുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ, അംബാനിയായിട്ട് വലിയ കോടീശ്വരനായിരുന്നു. അല്ല, ഞാനേ പ്രൊഡ്യൂസറുള്ളത് വിചാരിച്ചിരുന്നത് ഇല്ലേ? പക്ഷേ അതിനൊരു മാറ്റം വരും. അതിന് ഈ ആക്രാന്തത്തിനൊരു മാറ്റം വരും, തീർച്ചയായിട്ടും മാറ്റം വരും. നല്ല മനസ്സുള്ള കുറേ നടന്മാർ നമ്മുടെ എല്ലാം കാലം കഴിഞ്ഞായാലും വരികയും നസീർ സാറിനെ പോലെയുള്ള നല്ല നടന്മാർ, നല്ല അഭിനേതാക്കൾ, നല്ല സൂപ്പർ സ്റ്റാർസ്, നല്ല മനസ്സുള്ള സൂപ്പർ സ്റ്റാർസ് ഉണ്ടാകും. ആ ഒരു കാലഘട്ടത്തിന് വേണ്ടി നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാമെന്ന് തന്നെ പറയാം. നസീർ സാർ പൈസ മുടക്കിയാൽ ഒരാളെ സഹായിച്ച വെളിയിൽ അറിയില്ല. ഇതിപ്പോൾ ഒരാൾക്ക് ബ്ലഡ് കൊടുത്താൽ പിറ്റേ ദിവസം രാവിലെ പിന്നെ ആളിനെ വെച്ച് അത് പബ്ലിസിറ്റി പേപ്പറിൽ പരസ്യം വന്നിരിക്കും. ഇന്നാർക്ക് മറ്റത് കൊടുത്തു, ഇന്നാർക്ക് ഒരു സൂചി വാങ്ങിച്ചു കൊടുത്തു, ഇന്നാർക്ക് സിറിഞ്ച് വാങ്ങിച്ചു കൊടുത്തു, 10 പേർക്ക് സിറിഞ്ച് വാങ്ങിച്ചു കൊടുക്കുന്ന സൂപ്പർ സ്റ്റാർ എന്ന് വന്നു. അത്ര ഒരു ചീപ്പായിട്ടുള്ള പബ്ലിസിറ്റി എന്തുകൊണ്ടാണെന്നറിയാമോ? PR വെച്ച് ചെയ്യിക്കും. എന്നിട്ട് താൻ ഒരു മഹാനാണെന്നും പിന്നെ ദീനദയാലുവാണെന്നും വരുത്തി തീർക്കാനുള്ള തത്രപ്പാട് കൂടെ ഉണ്ട്. എന്തിനാ? പബ്ലിക് ഇമേജ് കിട്ടാൻ വേണ്ടിയിട്ട്. നസീർ സാർ അതല്ലായിരുന്നു. അത് ഒരിക്കലും ഇല്ലായിരുന്നു. സാർ, ഇനി നമുക്ക് സാറിൻ്റെ ഓണത്തിൻ്റെ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, സാർ എങ്ങനെയാണ് സാറിൻ്റെ ഒരു ഏറ്റവും മികച്ച ഒരു പാട്ട് ജോൺസൺ മാഷ് ചിട്ടപ്പെടുത്തിയ ഒരു പാട്ട്, ആ പാട്ടിൻ്റെ ഒരു പിന്നണി എങ്ങനെയായിരുന്നു? മീൻസ് ജോൺസൺ മാഷ് എന്ന് പറയുന്ന ആ ഒരു സംഗീത സംവിധായകനെ വിലയിരുത്തുക എന്നല്ല ഞാൻ പറയുന്നത്, അനുഭവങ്ങളിലൂടെ സാർ തിരിച്ചറിഞ്ഞത് എങ്ങനെയാണ്? അതായത് ജീനിയസുകൾ ദൈവസൃഷ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ചില സമയത്ത് ചില ജീനിയസുകൾ ജനിക്കും. ഫോർ എക്സാമ്പിൾ ദക്ഷിണാമൂർത്തി സ്വാമി, ദേവരായ മാഷ്, രവീന്ദ്ര മാഷ്, മ്യൂസിക്കിലുള്ള കാര്യം പറയുകയാണ്, രവീന്ദ്ര മാഷ്, പിന്നെ ഇളയരാജ, കീരവാണി, നമ്മുടെ AR റഹ്മാൻ. അതുപോലെ മലയാള സിനിമയിലെ ഒരു ജീനിയസ് ആയിരുന്നു ജോൺസൺ മാഷ്. ജീനിയസ്, അതിന് യാതൊരു സംശയം വേണ്ട. അപ്പം അദ്ദേഹം, നമ്മൾ ചെന്നിട്ട് വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ ഒരു പാട്ട് എഴുതാൻ, അപ്പോൾ പാട്ടിൻ്റെ സീക്വൻസ് മാത്രമേ അറിയാവൂ, എന്താണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ അവിടെ ഇരിക്കുന്നു, സംസാരിക്കുന്നു. പുള്ളി ഒരു ഗിറ്റാറും വെച്ചിട്ട് ഇങ്ങനെ തട്ടി തന്നാന തനന്ന തനാന തന്നന്ന താനന്നന്ന 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 തന തന താനന്നന്ന തന തന താനന്നന്ന തന താന തന താന തന താന, ഇങ്ങനെ അദ്ദേഹം ട്യൂൺ ഇട്ടു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ കേട്ടിട്ടുണ്ട് ട്യൂൺ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ 10 മിനിറ്റിനകത്ത് ആ ട്യൂണിനനുസരിച്ച് എഴുതുന്ന ആളാണ് ബാലുവിനെത്തും ബിജു തിരുമലയെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇത് കോംപ്ലിക്കേറ്റഡ് സാധനം ഇട്ടിരിക്കണമെന്ന് പറഞ്ഞു. അല്ല, തന്നാനാ താനനന്ന തനാനാ താനനന്ന എന്ന് പറഞ്ഞു ചിങ്ങപ്പൂ ചിത്തിരപ്പൂ തൃത്താപ്പൂ പൂത്തുറങ്ങി തന്നാനന്ന തന്നാനന്ന, ചിങ്ങപ്പൂ ചിത്തിരപ്പൂ തൃത്താപ്പൂ പൂത്തിറങ്ങി പൊന്നോലക്കുട കീഴിൽ വരുന്നേ മാവേലി തമ്പുരാൻ മുറ്റത്ത് പൂക്കളം തീർക്കാൻ വാ തന്നാന താനനന്ന. ഇത് അദ്ദേഹം ഇങ്ങനെ പറയും, ഞാൻ അപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്യൂൺ ഇടുമ്പോൾ തന്നെ എഴുതി അപ്പം എഴുതുന്നു. അപ്പോൾ പുള്ളി ട്യൂൺ ഇങ്ങനെ ഇട്ട് തന്നാന താനനന്ന പൊന്നോല തലനാന മലയാള തനനാന കിളിമകളെ തനനനനന അപ്പം എഴുതാണ്. അത് ജീനിയസാണ്, ഒരു രക്ഷയില്ലാത്ത ജീനിയസാണ്. ഇതുപോലെ തന്നെയാണ് പിന്നെ രവീന്ദ്ര മാഷ് പിന്നെ ഒരു ട്യൂൺ ഇട്ടു. ട്യൂൺ ഇതാണ്, താനാന. ഞാൻ പറഞ്ഞു, ഒരു പഴയ പാട്ട്, പണ്ടത്തെ MGR-ൻ്റെ അല്ലെങ്കിൽ ജമിനി ഗണേശൻ്റെ അല്ലെങ്കിൽ രഞ്ജൻ്റെ
ടൈപ്പിൽ കുതിരപ്പുറത്ത് വരുന്ന അങ്ങനത്തെ ടൈപ്പിൽ ഒരു പഴയ ഒരു ട്യൂൺ വേണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അത് പാട്ട് ഇതാണ് താനാ പഴയ ട്യൂണല്ലേ ഇത്. അപ്പൊ ഞാൻ സോപാനഗായികയെ സുനന്ദേ സ്വർഗനന്ദിനിയേ എന്ന് ഞാൻ എഴുതി. ആ പാട്ട് ഹിറ്റാണ്, മമ്മൂട്ടി അഭിനയിച്ച പടമാണ്, അറിയല്ലേ എങ്ങനെയുണ്ട് ആശാനെ. ഇങ്ങനെ ട്യൂൺ ചെയ്യും. ഇത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് മിടുക്കം അപാരമായിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു. അതിലൊന്നാണ് MG ജയചന്ദ്രൻ. ഭയങ്കര ഡെപ്തുള്ള മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് അദ്ദേഹം കമ്പോസ് ചെയ്ത ഒരു പാട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നിട്ടില്ല. ഒന്നാമത് അതുപോലെ പുതിയ തലമുറയിൽ കുറേ പേര് വരുന്നുണ്ട്. പണ്ട് ദേവരാം മാഷിൻ്റെയും അർജുന മാഷിൻ്റെയും ഒക്കെ ബാബുരാം മാഷിൻ്റെ കാലഘട്ടത്തിൽ തബലയും മൃദംഗവും മറ്റേ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചോണ്ടിരുന്നു. ഇപ്പം അതല്ല, എല്ലാ സാധനവും ഫീഡ് ചെയ്ത് കയറ്റാം. സായിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൊറിയക്കാരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിനടുത്ത് വലിച്ചിടുകയാണ് ഇപ്പോൾ. അതാണ് ഇപ്പോഴത്തെ. പണ്ട് ഞങ്ങളുടെ കാലഘട്ടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഷാജി കൈലാസ്, എൻ്റെ അസിസ്റ്റൻസ് ആയിട്ടുള്ള ഷാജി കൈലാസ് ആയാലും ജോസ് തോമസ് ആയാലും നമ്മുടെ VR ഗോപാലകൃഷ്ണൻ ആയാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് ലൂപ്പ് സിസ്റ്റമാണ് ഡബിങ്. അന്ന് ഫിലിമിലാണ് ഷൂട്ട് ചെയ്യണേ. ഇത് ഡിജിറ്റൽ ഫോർമാറ്റ് അതിന് ശേഷമല്ലേ വന്നേ. ഇപ്പോൾ കുട്ടികൾക്ക് എളുപ്പമല്ലേ. ഇപ്പോൾ എൻ്റെ മകൻ എഞ്ചിനീയറിങ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ഫ്രാൻസിൽ പഠിക്കുകയാണ്, എംബസ്. ഇപ്പോൾ ഞാൻ വൈഫും കൂടെ ഇപ്പോൾ പോയിരുന്നു അവൻ്റെ കോൺവെക്കേഷന്. അയാൾ ആ പഠിക്കുന്നതിൻ്റെ ഇടയിൽ അയാൾ ഒരു ആൽബം ചെയ്തോടെ. അത് ശരി. ആൽബം അത് പഠിത്തത്തിന് ട്രിവാൻഡ്രം കൂടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ആൽബം ചെയ്തു. അതായത് ഒരു ക്യാമറ വേണമെന്ന് പറഞ്ഞു, ഞാൻ വാങ്ങിച്ചു കൊടുത്തു. ആ ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ 3.25 ലക്ഷം രൂപയ്ക്ക് അടുപ്പിച്ച് വന്നു. ഒരു ക്യാമറ മേടിച്ചു കൊടുത്തു. ആ ക്യാമറ ഇപ്പോഴും ഇരിപ്പണം. അത് വെച്ചിട്ട് അവൻ തന്നെ ഒരു അദ്ദേഹം അവനൊരു ഇതുണ്ടാക്കി. അപ്പോൾ പുതിയ തലമുറയിൽ വളരെ മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവുന്നു എന്നുള്ളതിന് തെളിവല്ലേ ഇത്. ഒരുപാട് നമ്മൾ ഇപ്പോഴത്തെ സിനിമകളെടുത്ത് നോക്കുമ്പോഴും ഈ റിയലിസ്റ്റിക് സിനിമ എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൂടി നമ്മുടെ മലയാള സിനിമയിലേക്ക് ഇപ്പോൾ പുതുതായി വന്നുകൊണ്ടിരിക്കുന്നു. പുതിയ സങ്കേതം എന്നുള്ള നിലയിൽ. പിന്നെ മാത്രമല്ല മലയാള സിനിമയിൽ കുട്ടികൾ ഒരു സിനിമ ചെയ്തു കഴിഞ്ഞാൽ അടുത്തത് ഇപ്പോഴത്തെ തലമുറയിലെ ആക്ട്രസിൻ്റെ കാര്യം പറയണം. അതിന് അപ്പുറം ഒരാൾ എന്നെ വിളിക്കാൻ വരും, സംവിധായകൻ വരും എന്നുള്ള ചിന്തയാണ് ഓരോ നടനും. എന്നെ ഇപ്പോൾ തന്നെ ഹോളിവുഡിൽ നിന്നൊരു ഡയറക്ടർ വരും എന്ന് വരെ ചിന്തിക്കുന്ന ആരാണ്. അങ്ങനെ ചിന്തിക്കാത്ത അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വളർച്ച ഏറ്റവും കൂടുതൽ പണ്ടത്തെ കുട്ടികളെ പോലെയല്ല. എനിക്ക് വളരണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ഞാൻ വീട്ടിൽ തനിച്ചിരിക്കുമ്പോൾ ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ലല്ലോ, മലയാള സാഹിത്യത്തിൽ ഞാൻ PhD എടുത്തില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ട്രാക്കിൽ പോകാമായിരുന്നല്ലോ. കാരണം എൻ്റെ ഒരു സഹപാഠിയുടെ കാലഘട്ടത്തിൽ പഠിച്ചതാണ് നമ്മുടെ മധുസൂദനൻ നായർ പ്രൊഫസർ. അപ്പോൾ അവരെ പോലെ ഒന്നും എനിക്ക് പഠിക്കാം എന്ന് ഭയങ്കര ചിന്ത എനിക്കുണ്ട്, മനസ്സിലുണ്ട്. അത് ഉണ്ടാകുക എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നാൽ ഇനിയും വളരാനുള്ള അദമ്യമായിട്ടുള്ള ഹൃദയവാഞ്ചയാണ്, അല്ലെങ്കിൽ ആഗ്രഹമാണ്. അതുള്ളവരാണ് മലയാള സിനിമയിലെ സാങ്കേതിക പ്രവർത്തകരും എഴുത്തുകാർ സംവിധായകരും ഒക്കെ, പ്രത്യേകിച്ച് നടന്മാർ. സോറി, നമ്മുടെ ചെറുപ്പക്കാർക്ക് സാറിന് അറിയാം, സാറിൻ്റെ ഒരു ലൈഫ് സിനിമയ്ക്ക് വേണ്ടി ജീവിച്ചു, സിനിമയ്ക്ക് ഒരുപാട് ആഗ്രഹിച്ചു. എന്താണ് നമ്മുടെ തലമുറയിലേക്ക് സാറിന് പകർന്നു കൊടുക്കാനുള്ള ഒരു വാക്കുകൾ? സിനിമയിലേക്ക് ഇനി ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട മേഖല തന്നെയാണ് സിനിമ. ഓരോ വ്യക്തികളും സിനിമയെ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ കാലഘട്ടത്തിൽ സിനിമയും രാഷ്ട്രീയവും, സിനിമാ നടന്മാരും രാഷ്ട്രീയത്തിലെ സ്റ്റാർ നേതാക്കന്മാരും അവർ പറയുന്നതിനെ അനുകരിക്കുന്നവരാണ്, രാഷ്ട്രീയക്കാരെ അനുകരിക്കുന്നവരാണ് അണികൾ. സിനിമാക്കാരൻ പറയുന്നവനെ പ്രായോഗികമായ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ചെറുപ്പക്കാർ. അതുകൊണ്ട് തലമുറയോടും ഒരല്പം വിധേയത്വം സിനിമാക്കാരും കാണിക്കണം, രാഷ്ട്രീയക്കാരും കാണിക്കണം. വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ചാൽ മാത്രമേ സിനിമ ഓടൂ എന്നുള്ള ചിന്താഗതി നോട് എനിക്ക് യോജിപ്പില്ല. സിനിമയെ ആഗ്രഹിക്കുന്നവർ എങ്ങനെയായിരിക്കണം? സിനിമയെ ആഗ്രഹിക്കുന്നവർ എനിക്കൊരു സിനിമാക്കാരനാവണം എന്നെനിക്കൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ ആയിത്തീരാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ്റെ മെമ്പർ സെക്രട്ടറി ആയിരുന്നു, MBCC ഡയറക്ടറായിരുന്നു. കുറേ നാൾ ഞാൻ നേരത്തെ പറഞ്ഞു ഫിലിം ഡയറക്ടർ കോർപ്പറേഷൻ ഡയറക്ടറായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ മാമ്പഴക്കാലം എന്ന് പറയുന്ന കുട്ടികളുടെ ഒരു വേനലവധി ക്യാമ്പുണ്ട്. എല്ലാ മധ്യവേനലവധി ഞാൻ നടത്തിയത് 5 കൊല്ലവും ഞാൻ നടത്തിയപ്പോൾ സന്ധ്യ മാഡത്തിൻ്റെ IPS
മാഡത്തിനാണ് വിളിച്ച് വരുത്തി ഒരു കുട്ടികൾക്ക് സിവിൽ സർവീസിലേക്കുള്ള വഴി എന്ന് പറയുന്ന ഒരു എടുത്തു. അപ്പോൾ മാഡം പറഞ്ഞ ഓരോ വഴി എന്ന് പറയുമ്പോൾ നമ്മളൊരു എയിം ഉണ്ടാക്കിയെടുക്കണം. ആ എയിമിലേക്ക് പോകാനായിട്ട് കൊച്ചുനാൾ മുതലേ തന്നെ അതിനു വേണ്ടി പഠിക്കുകയും അറിവ് അക്വയർ ചെയ്യുകയും വേണം. ഫോർ എക്സാമ്പിൾ മാഡം പറഞ്ഞാണ് ഒരു പുതിയ വാക്ക് കിട്ടി, എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞ ഓർമ്മ, നേരത്തെ ഞാൻ പറഞ്ഞു, പുതിയ വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വാക്ക് ഉടനെ തന്നെ എഴുതി വയ്ക്കുക. അപ്പോൾ അങ്ങനെ ആ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യുക എന്ന് പറയും പോലെ സിനിമയിലേക്ക് വരുന്ന ഒരാളും ഇപ്പം ഞാൻ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഔട്ടായി. പക്ഷെ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഔട്ടായപ്പോൾ ഞാൻ പ്രഭാത് റോഡിൽ നിന്നിട്ട് ഞാൻ തീരുമാനമെടുത്തു ഞാൻ സിനിമയിൽ വരുമെന്ന്. നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചുകൊണ്ട് എനിക്കിതാകണം എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അതിനുവേണ്ടി 24 മണിക്കൂർ ഒരു 5 മണിക്കൂറെങ്കിലും പ്രവർത്തിക്കുക. 5 വേണ്ട, 2 മണിക്കൂർ അതിനുവേണ്ടി മാത്രം പ്രവർത്തിച്ചാൽ അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റും, അവിടെ എത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 100%. ഒരു പഠിക്കുന്ന വിദ്യാർത്ഥി, സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു ദിവസം 6 മണി മുതൽ 8 മണി വരെ പഠിച്ചാൽ മതി. പക്ഷെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ക്ലാസ് ഫസ്റ്റാണ്, സംശയിക്കുകയേ വേണ്ട എന്ന് പറയും പോലെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ശ്രമിച്ചേ പറ്റൂ. ശ്രമിക്കുകയാണെങ്കിൽ നടക്കുക. കാരണം അതിനൊരു കാര്യം കൂടെ കുട്ടികളടുത്ത് പറയാനുള്ളത്, എല്ലാവരും ഓടുകയാണ്, അതിവേഗത്തിൽ ഓടുകയാണ് രക്ഷപ്പെടാൻ. ഒരു കാര്യം പറഞ്ഞുതരാം, കേരളത്തിൽ സ്കൂൾ സിലബസ് ഉണ്ട്, CBSE സിലബസ് ഉണ്ട്, ICSE സിലബസ് ഉണ്ട്, ISC ഉണ്ട്. ഇത് ഇന്ത്യ മുഴുവനുണ്ട്. ഇപ്പോൾ ഫോറിൻ അന്യ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇൻ്റർനാഷണൽ സ്കൂളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ സ്കൂളുകളിലും പഠിക്കുന്നത് വിദ്യാർത്ഥിനികളാണ്. പല കാറ്റഗറിയിൽ നിന്നും പല സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നും വരുന്നവർ. ഇവരെല്ലാവരും 10ാം ക്ലാസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കഴിയുമ്പോൾ അല്ലെങ്കിൽ +2 കഴിയുമ്പോൾ അവരെഴുതുന്നത് ഒറ്റ ചോദ്യപേപ്പറാണ്, എൻട്രൻസ്. ഇവരെ കുട്ടികൾ പഠിച്ചു വന്നതെല്ലാം പല സിലബസാണ്, പല സാഹചര്യത്തിലാണ്, പല ട്യൂഷൻ എടുത്തിട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മനസ്സിലാക്കണം, നമുക്ക് മുമ്പേ എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് നടക്കാൻ പാടില്ല, നമ്മളും ഓടണം. ഇത് തന്നെയാണ് സിനിമയിലേക്ക് വരാനുള്ളവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ അറിവ് അക്വയർ ചെയ്തുകൊണ്ടേയിരിക്കണം. ഫൈവ് സീസസ് സിനിമാറ്റോഗ്രാഫി പോലെയുള്ള പ്രശസ്തമായ പുസ്തകങ്ങളുണ്ട്, അത് വായിക്കണം, പഠിക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, സിനിമയ്ക്ക് മാത്രം സാങ്കേതിക പ്രവർത്തകർക്ക് വേണ്ടത് പ്രായോഗിക പരിജ്ഞാനമാണ്. ഒരു ആശാൻ്റെ കീഴിൽ നിന്ന് അസിസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ വരുന്ന ഒരാളിനെ പോലെ ഒരു സിനിമയിലേക്ക് വെറുതെ കയറി വരുന്ന ഒരാൾക്ക് ഈസി ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ പ്രായോഗികമായ വശങ്ങളെല്ലാം ആശാൻ്റെ കീഴിൽ നിന്ന് പഠിക്കും. അപ്പോൾ ഒരു പ്രാക്ടിക്കൽ നോളജ്, പ്രത്യേകിച്ചും സാങ്കേതികമായി വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മുടേത്. പ്രാക്ടിക്കൽ. അപ്പോൾ അതുകൊണ്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഹാർഡ് വർക്കാണ് വേണ്ടത്. എന്തായിരുന്നാലും സാർ, ഞാൻ ഇത്രയും നേരം നമ്മൾ വളരെ സുദീർഘമായ ഒരു സംസാരമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ സമയം പോയത് നമ്മൾ അറിഞ്ഞില്ല. അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സാറിൻ്റെ വാക്കുകളിലൂടെ. പഴയ നമ്മൾ എക്കാലവും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന, എക്കാലവും ഓർത്തിരിക്കുന്ന നിരവധി സംഭവങ്ങളിലൂടെ, നിരവധി കഥാപാത്രങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്തു. വളരെ മനോഹരമായി പ്രേക്ഷകരും അത് ആസ്വദിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെ കരുതുന്നു. അപ്പോൾ എന്തായാലും വളരെയധികം നന്ദി സർ, ഇത്രയും നേരം സഹകരിച്ചു. താങ്ക് യു.